തൃശൂരിലെ രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനങ്ങൾക്ക് വഴിവെച്ച് മുൻ മേയറായ MK വർഗീസ് കോൺഗ്രസ് പാളയത്തിലേക്ക് തിരിച്ചെത്തി. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുകയും പിന്നീട് LDFന്റെ പിന്തുണയോടെ മേയറാവുകയും ചെയ്ത വർഗീസ് സ്വന്തം രാഷ്ട്രീയ തറവാട്ടിലേക്കാണ് മടങ്ങിയെത്തിയത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ നീക്കം ജില്ലയിലെ രാഷ്ട്രീയ ചർച്ചകളെ സജീവമാക്കിയിരിക്കുകയാണ്. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിലായിരുന്നു MK വർഗീസിന്റെ ഔദ്യോഗിക പാർട്ടി പ്രവേശനം. DCC പ്രസിഡന്റ് ജോഫി ടാജറ്റ് ഷാൾ അണിയിച്ച് അംഗത്വം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. സംസ്ഥാന റവന്യൂ മന്ത്രി AP അനിൽകുമാർ, KA തുളസി, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2000-ലും 2020-ലും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന MK വർഗീസിന്റെ രാഷ്ട്രീയ ജീവിതം നിർണായക വഴിത്തിരിവിലെത്തിയത് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരുന്നു. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിട്ട അദ്ദേഹം നെട്ടിശ്ശേരി ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ LDFും UDFും 24 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തിയതോടെ കോർപ്പറേഷൻ ഭരണം നിർണയിച്ചത് MK വർഗീസിന്റെ പിന്തുണയായിരുന്നു. തുടർന്ന് LDF അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കി പിന്തുണ നൽകി. ആ പിന്തുണയോടെയാണ് MK വർഗീസ് തൃശൂർ കോർപ്പറേഷന് മേയറായത്. സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ തൃശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് MK വർഗീസ് പറഞ്ഞു. അന്ന് സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്നും അതിന്റെ ഭാഗമായുള്ള ഭരണപരമായ ബന്ധം മാത്രമാണ് LDFുമായി ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചു. മേയറായിരുന്ന കാലത്ത് MK വർഗീസ് നിരവധി വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു. പോലീസുകാർ മേയറായ തനിക്ക് ആവശ്യമായ രീതിയിൽ സല്യൂട്ട് നൽകിയില്ലെന്നും ആരോപിച്ച് അന്നത്തെ DGPക്ക് പരാതി നൽകിയ സംഭവം സംസ്ഥാന തലത്തിൽ ചർച്ചയായി. അതുപോലെ BJP നേതാവും നടനുമായ സുരേഷ് ഗോപിയെ പരസ്യമായി പ്രശംസിച്ചതും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. LDFന്റെ പിന്തുണയോടെ മേയർ പദവിയിലെത്തിയ MK വർഗീസ് ഇന്ന് വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ രാഷ്ട്രീയ തിരിച്ചുവരവ് തൃശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. UDF ക്യാമ്പ് ഇതിനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നീക്കമായി കാണുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം എത്രത്തോളം ഉണ്ടാകുമെന്നാണ് ഇനി ശ്രദ്ധേയമാകുന്നത്.